Praise the Lord. Hallelujah. Hallelujah. കർത്താവിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയുടെ വേളയ്ക്കായി നമ്മുടെ ദൈവത്തെ നമുക്ക് നന്ദിയോടെ മഹത്വപ്പെടുത്താം. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കർത്താവ് നമുക്ക് ദാനമായി തരികയും ഈ വേളയിൽ നമ്മുടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനായി നമ്മെ കൂട്ടിച്ചേർക്കുകയും ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ മഹാദയക്കായി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ആദിമ ക്രൈസ്തവ സഭയിൽ സുവിശേഷം അറിയിക്കുന്നവർക്ക് ഉപദ്രവവും കഷ്ടതകളും ഏൽക്കേണ്ടി വന്ന നാളുകളിൽ ശിഷ്യർ ഒരുമിച്ച് കൂടി നിന്റെ വചനം ധൈര്യത്തോടെ പ്രസ്താവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരേണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർ ഇരുന്ന സ്ഥലം കുലുങ്ങുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവർ എല്ലാവരും നിറയ്ക്കപ്പെടുകയും ധൈര്യത്തോടെ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുകയും ചെയ്തു എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നുവല്ലോ. ദൈവത്തിൻ്റെ വചനം പറയുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരയണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ദൈവത്തിൻ്റെ വചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു എന്ന്. അതെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി നിറയ്ക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുവാനായിട്ടാണ്, കർത്താവിന് സാക്ഷ്യം വഹിക്കുവാൻ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കപ്പെടുന്നത്, ദൈവശക്തിയാൽ പിന്നെയും പിന്നെയും നിറയ്ക്കപ്പെടുന്നത് ഒരിക്കലും ഭൗതിക നന്മകൾക്കോ ലൗകികമായ നേട്ടങ്ങൾക്കോ വേണ്ടിയല്ല. ഈ ലോക ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുവാനായിട്ടല്ല പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ദൈവത്തിൻ്റെ വചനം ധൈര്യത്തോടെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനാണ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കപ്പെടുന്നത്. എന്നാൽ എത്ര പേർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നേടിയിട്ട് ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു, ദൈവശക്തി പ്രാപിക്കണമെന്ന് ചിന്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാപിക്കുന്നു. പക്ഷെ ദൈവശക്തി ലഭിച്ചിട്ട് എത്ര പേർ കർത്താവിൻ്റെ വചനം മറ്റുള്ളവരോട് എടുത്തു പറയുന്നു? ഇവിടെ ആയിരിക്കുന്നവരിൽ ഒരു ചിലരൊഴികെ എല്ലാവരും തന്നെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ടവർ, ദൈവശക്തിയാൽ അനേക പ്രാവശ്യം നിറയ്ക്കപ്പെട്ടവർ. നിങ്ങളിൽ എത്ര പേർ മറ്റുള്ളവരോട് ദൈവത്തിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കുന്നു? എത്ര പേർ കർത്താവ് ഇടപാടിൽ കടന്നു വന്നപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന നന്മകളെ സാക്ഷ്യം പറയുന്നു? എത്ര പേർ നമുക്കായി ജീവനെ നൽകിയ ക്രിസ്തുവിനായി സാക്ഷ്യം വഹിക്കുന്നു? ഓർക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ദൈവവചനം പങ്കുവയ്ക്കാനായിട്ടാണ്. ഇന്ന് നാം 120 ദിവസത്തെ പ്രാർത്ഥനയിൽ, ഉണർവിൻ്റെ പ്രാർത്ഥനയിൽ ലോകമെങ്ങും ദൈവത്തെ അറിയണമെന്ന്, രക്ഷയെ നേടണമെന്ന് പ്രാർത്ഥിക്കുന്നുവല്ലോ. രക്ഷിക്കപ്പെടണമെങ്കിൽ സുവിശേഷം നാം അവരോട് പറയണ്ടേ? രക്ഷയുടെ സുവിശേഷം അറിഞ്ഞവർ പങ്കുവയ്ക്കാതിരുന്നാൽ മറ്റുള്ളവർ എങ്ങനെ കേൾക്കും? ആകയാൽ നാം ഈ നാളുകളിൽ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യാതെ മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നവരുമായി മാറുവാൻ നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ വേളയിൽ നമ്മുടെ കർത്താവിനെ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ നിറച്ചവനായ നമ്മുടെ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു മാസ്റ്റർ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഞങ്ങൾ തിരുസന്നിധിയിൽ മുട്ടുകളും അടക്കുന്ന ഈ വേളയിൽ സ്വർഗം തുറന്ന് ദൈവാത്മശക്തി വ്യാപരിക്കുമാറാകണമേ. ഉയരത്തിലെ ശക്തി പ്രവർത്തിക്കുമാറാകണമേ. കർത്താവിൻ്റെ കൃപ വ്യാപരിക്കുമാറാകണമേ. ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുമാറാകണമേ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
Hallelujah. Praise the Lord. Glory to Master. Hallelujah. 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 Glory to Jesus Christ. Hallelujah. നന്ദിയോട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. Glory to God. Glory to God. Hallelujah. Hallelujah. ഗ്ലോറി ടു ജീസസ് ക്രൈസ്റ്റ്. എല്ലാവർക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. ജീവനോട് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മയും വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറച്ച് നമ്മെ ദൈവത്തിനുള്ളവരാക്കി മാറ്റി തീർത്തിരിക്കുന്ന ദൈവത്തിൻ്റെ മഹാകൃപയോർത്ത് എല്ലാവർക്കും ജീവനോട് ദൈവത്തെ മഹത്വപ്പെടുത്താം.
പ്രൈസ് ദി ലോർഡ്. നന്ദിയോട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങ് മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു മാസ്റ്റർ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നന്ദിയോട് ഞങ്ങൾ അങ്ങ് മഹത്വപ്പെടുത്തുന്നു പിതാവേ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു മാസ്റ്റർ, ഗ്ലോറി ടു ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മശക്തി വ്യാപരിക്കുമാറാകണമേ, ഉയരത്തിലെ ശക്തി പ്രവർത്തിക്കുമാറാകണമേ. കർത്താവിൻ്റെ കൃപ ഒരിക്കൽ കൂടെ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു ഗോഡ്, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു മാസ്റ്റർ. വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റെ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. യോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിൽ അയച്ചൊരു പരിശുദ്ധാത്മാവേ, യോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിൽ അയച്ചൊരു പരിശുദ്ധാത്മാവേ, സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്തോടെ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്തോടെ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടലോളം രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റെ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. വിശ്വാസത്താൽ യേശുവിനെ തുമ്പിൽ തൊട്ടപ്പോൾ യേശുവിൽ നിന്നും നിർഗമിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ യേശുവിനെ തുമ്പിൽ തൊട്ടപ്പോൾ യേശുവിൽ നിന്നും നിർഗമിച്ചൊരു പരിശുദ്ധാത്മാവേ, ചങ്ങലയാകും കൈത്താളത്താൽ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ. ചങ്ങലയാകും കൈത്താളത്താൽ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ. അപ്പോസ്തലർ ആരാധിച്ചൊരു
പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുക, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. Glory to God. Hallelujah. Praise the Lord. നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു പിതാവേ, നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു, നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. Glory to God. Hallelujah. Praise the Lord. Hallelujah. Hallelujah. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു, നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു കർത്താവേ. Glory to God. Glory to God. Glory to Master. Glory to Jesus Christ. Hallelujah. 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 Glory to Master. Hallelujah. നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു പിതാവേ. അവിടുത്തെ ആത്മാവിനാൽ നിറച്ച് കർത്താവിനെ സാക്ഷിക്കുവാനാകെ അവിടുന്ന് ഞങ്ങളെയും തിരഞ്ഞെടുത്തിരിക്കുന്നതോർത്ത് നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു പിതാവേ. നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. ഇവിടെ നിന്ന് ഞങ്ങൾ കടന്നു പോകുന്ന ഓരോ വഴികളിലും ഞങ്ങളുടെ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ക്രിസ്തുവിന്റെ ആത്മാവ് ഞങ്ങളെ പ്രാപ്തരാക്കുമാറാകണമേ. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. അല്പനേരം കൂടെ ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവാത്മാവ് പിന്നെയും വ്യാപരിക്കുമാറാകണമേ. ഉയരത്തിലെ ശക്തി പ്രവർത്തിക്കുമാറാകണമേ. ബന്ധനങ്ങളെ തകർക്കുന്ന ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുമാറാകണമേ. വിടുവിക്കുന്ന കർത്താവിന്റെ കരം പ്രവർത്തിക്കുമാറാകണമേ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിതാവേ, ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, ഞങ്ങളുടെ ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുസരിക്കുവാൻ ദൈവാത്മാവ് ഞങ്ങളെയും പ്രാപ്തരാക്കുന്നതിനാൽ നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു, നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു പിതാവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു ഗോഡ്. ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളേവരെയും താഴ്ച അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു. സകല മഹത്വവും ഞങ്ങളുടെ കർത്താവിന് മാത്രം അർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Praise the Lord. Hallelujah. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. എബ്രായർക്ക് പൗലോസ് എഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. ദൈവദൃഷ്ടിയിൽ നിന്ന് ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. ദൈവദൃഷ്ടിയിൽ നിന്ന് ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. ദൈവത്തിൻ്റെ കണ്ണുകളിൽ നിന്നും ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. ദൈവത്തിനെല്ലാം കാണാൻ കഴിയും. ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് കാണാൻ സാധിക്കാത്ത വിധത്തിൽ യാതൊന്നും തന്നെ ഈ ലോകത്ത് മറഞ്ഞിരിക്കുന്നില്ല. അവനെല്ലാം കാണും. ദൈവം എല്ലാം കാണും. അവൻ്റെ കൺമുമ്പിൽ നാം തുറന്നിരിക്കുന്നു. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ എല്ലാം അവൻ അറിയുന്നു. അവൻ അറിയാത്തതൊന്നുമില്ല. നാം മനസ്സിൽ ചിന്തിക്കുന്നത് പോലും അവൻ അറിയുന്നു. നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയാണ്, എന്താണ്, അവൻ അറിയുന്നു. എല്ലാം
അവൻ്റെ കൺമുമ്പിൽ എല്ലാം തുറന്നിരിക്കുന്നു. ഒരു ടി വിയിൽ പടം കാണുന്നത് പോലെ തെളിച്ചമായി, തെളിവായി എല്ലാം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ അതേപ്പറ്റി ചിന്തിക്കുന്നില്ല. ദൈവം ഒന്നും കാണുന്നില്ല എന്നാണ് പലരുടെയും ചിന്ത. ഈ ലോകത്തെ സൃഷ്ടിച്ച് അതിൽ മനുഷ്യരായ നമ്മയെല്ലാം സൃഷ്ടിച്ച് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായി കാണപ്പെടുന്ന ദൈവത്തിന് എല്ലാ കഴിവുമുണ്ട്. ആ ദൈവം എല്ലാം കാണുന്നു, എല്ലാം മനസ്സിലാക്കുന്നു, എല്ലാത്തിനും ശക്തിയുള്ള ദൈവമാണ്. അതാണ് സർവേശ്വരൻ എന്ന് പറയുന്നത്. ദൈവത്തെ സർവേശ്വരൻ എന്ന് പറയുന്നത് അതാണ്. എല്ലാം മനസ്സിലാക്കുന്നു, എല്ലാം കാണുന്നു, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയ ചിന്തകൾ അവൻ അറിയുന്നു. ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതും അവൻ അറിയുന്നു. നീ രഹസ്യമായി വന്ന ചിലരുണ്ട് ഇവിടെ. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, നീ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വന്ന ആളാണ്. അല്ലാതെ കർത്താവിൻ്റെ ഹിതം നിറവേറ്റുവാനായും ഞായറാഴ്ച ദിവസം അതൊരു പരിശുദ്ധ ദിനമാണ്. ആ ദിനത്തിൽ കർത്താവിനെ ആരാധിക്കണം, കർത്താവിനെ മഹത്വപ്പെടുത്തണം. ആ ചിന്ത നിന്നിലില്ലാതെ സ്വന്തം താല്പര്യങ്ങൾക്കായി കടന്നു വന്നിട്ടുള്ളവർക്ക് തോന്നും ദൈവമൊന്നും അറിയുന്നില്ല, കാണുന്നില്ല എന്നാണ്. ദൈവമെല്ലാം കാണും, ദൈവമെല്ലാം അറിയുന്നു. ഇവിടെ വീണ്ടും വചനം പറയുന്നു, കൺമുമ്പിലെല്ലാം തുറന്നിരിക്കുന്നു, വെളിവായിരിക്കുന്നു, അവനോടാണ് നാം കണക്ക് പറയേണ്ടത്. ഒരു ദിവസം നീ കണക്ക് പറയേണ്ടി വരും ദൈവത്തോട്. നീ എന്തൊക്കെ പ്രവർത്തിക്കുന്നുവോ, നിൻ്റെ ചിന്തകളും കാര്യങ്ങളും, നിൻ്റെ ഗൂഢപദ്ധതികളും, നിൻ്റെ ചതിയും വഞ്ചനയും സ്നേഹമില്ലായ്മയും, മറ്റുള്ളവരെ സ്നേഹിക്കാത്ത രീതികളും, പ്രധാനമായി ദൈവത്തെ സ്നേഹിക്കേണ്ട നീ ദൈവത്തെ സ്നേഹിക്കാതെ ദൈവത്തിൽ നിന്നും കിട്ടുന്ന വല്ല അക്കാപ്പിച്ച കാര്യങ്ങൾ മാത്രം മതിയെന്ന് വിചാരിക്കുന്ന നിൻ്റെ ചിന്തയെയും കർത്താവ് അറിയുന്നു. കർത്താവ് സർവശക്തനാണ്. ആ ദൈവത്തിന് എല്ലാം അറിയാം, എല്ലാം മനസ്സിലാക്കുന്നു. നീ ഒരു ദിവസം കണക്ക് പറയണം. അത് ചെയ്തു, ഇത് ചെയ്തു, ആരും മനസ്സിലാക്കിയില്ല, കണ്ടില്ല, കേട്ടില്ല, നമ്മൾ രക്ഷപ്പെട്ടു എന്ന് നീ ആരും വിചാരിക്കരുത്. നീ രക്ഷപ്പെട്ടിട്ടില്ല. യു ഹാവ് ടു ഗിവൺ ഓൺ. നീ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം വരാൻ പോകുന്നു. ഒരു ദിവസം വരാൻ പോകുന്നു. നീ കണക്ക് കൊടുക്കണമെന്ന് കർത്താവിൻ്റെ മുമ്പിൽ, ന്യായാസനത്തിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കാതെ ആർക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. കർത്താവിൻ്റെ കൺമുമ്പിൽ കണക്ക് കൊടുക്കണം. ഇത് പലരും പറയാറുണ്ട്, പക്ഷെ അതിനെ പലരും നിഷേധിക്കാറുണ്ട്. എന്തൊരു കണക്ക്? അങ്ങനെ ഒരു കണക്ക് കൊടുക്കലുണ്ടോ? ഉണ്ട്. ഇല്ലെങ്കിൽ ഈ ബൈബിളിൽ ആ വചനം കാണുകയില്ല. എന്തൊക്കെ ഉണ്ടോ അത് ബൈബിളിലുണ്ട്, എന്തൊക്കെ ഇല്ലയോ അത് ഈ ബൈബിളിലില്ല. അപ്പോൾ കണക്ക് കൊടുക്കണം. നീ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിൽ നിന്നും ശിക്ഷ കിട്ടാതെ നീ രക്ഷപ്പെട്ടു എന്ന് വ്യാമോഹിക്കരുത്. നീ മറന്നുപോയതും നീ വിട്ടുകളഞ്ഞതുമായ കാര്യങ്ങൾ അന്ന് കർത്താവ് ഉണർത്തും നിൻ്റെ മനസ്സിൽ. ന്യായവിധിയുടെ ദിവസത്തിൽ കർത്താവ് നിനക്ക് ഓർമ്മയിൽ വരാത്ത എല്ലാ കാര്യങ്ങളും ഉണർത്തും. ഇന്നിന്ന ദിവസങ്ങളിൽ, ഇന്നിന്ന മണിക്കൂറിൽ ഇന്നിന്ന കുറ്റം നീ ചെയ്തില്ലയോ എന്ന് കർത്താവ് എടുത്ത് ചോദിക്കുമ്പോൾ നിനക്കപ്പോൾ ഓർമ്മ വരികയില്ല.
മറന്ന കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ് നമ്മുടെ പരിശുദ്ധാത്മാവ്. നമുക്ക് മറന്നു പോകുന്നത് എടുത്തു പറയുന്ന പരിശുദ്ധാത്മാവാണ്. ആ ആത്മാവ് വഴി ദൈവം ഉണർത്തുമ്പോൾ നീ അവിടെ ശരിയാണെന്നുള്ളത് സമ്മതിച്ചേ പറ്റൂ. അപ്പോൾ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യം മുൻകൂട്ടി കണക്കാക്കിക്കൊണ്ട് നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവം കാണുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ അത് പ്രായോഗികമാക്കി മാറ്റണം. കള്ളം പറയുന്നു നീ, നിനക്ക് മാത്രം അറിയാം നീ കള്ളം പറയുന്നതായി, മറ്റുള്ളവർക്കറിയില്ല. പക്ഷെ നീ പറഞ്ഞ കള്ളം കർത്താവ് അറിഞ്ഞു കഴിഞ്ഞു. നിന്റെ ചെറിയ മോഷണമെങ്കിലും ആ മോഷണം ദൈവം അറിഞ്ഞു കഴിഞ്ഞു. ദൈവവിശ്വാസത്തിൽ കുറഞ്ഞു വരുന്നതും ദൈവം അറിഞ്ഞു കഴിഞ്ഞു. ആത്മീയമായ കാര്യങ്ങളിൽ വ്യക്തതയില്ലാതെ, ആത്മാവിനെക്കുറിച്ചുള്ള പ്രയാസമില്ലാതെ, ശാരീരികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വൃഥ പാടുപെടുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന കാര്യവും നിന്റെ കാര്യം നിനക്ക് സാധിച്ചു കിട്ടാൻ വേണ്ടി കർത്താവിനെ ആശ്രയിക്കുന്നതും വലിയ തെറ്റാണ്. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നിന്നെ രഹസ്യത്തിൽ ദൈവം സ്നേഹിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കണം. ഈ ലോകത്ത് കാണപ്പെടുന്ന സകല മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു. പാപികളെയും സ്നേഹിക്കുന്നു, നല്ലവനെയും സ്നേഹിക്കുന്നു. എന്നാൽ നല്ലവൻ രക്ഷപ്പെടും, പാപി രക്ഷപ്പെടുകയില്ല. കാപട്യം പ്രവർത്തിക്കുന്നവൻ ഒരുവനും എൻ്റെ ആലയത്തിൽ നിൽക്കുകയില്ല, നിലനിൽപ്പില്ല അവന്. കള്ളത്തരം കാണിക്കുന്നവന് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്ഥലമില്ല. അന്ന് കർത്താവ് എണ്ണി എണ്ണി കണക്ക് ചോദിക്കുമ്പോൾ നീ ആ കണക്ക് അവനോട് പറഞ്ഞേ പറ്റൂ, അല്ലാതെ രക്ഷപ്പെടാൻ സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിൻ്റെ ഒന്നാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. 1 പത്രോസ് 3:12. കാരണം കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ മേലുണ്ട്. കർത്താവിൻ്റെ കണ്ണുകൾ എപ്പോഴും നീതിമാന്മാരുടെ പുറത്താണ്. കർത്താവ് എല്ലാം കാണുന്നു, കാമണായി, പൊതുവായി. എന്നാൽ നീതിമാനെക്കുറിച്ച് കർത്താവിന് വലിയ താല്പര്യമാണ്. നീതിമാൻ ആരാണ്? ഈ നീതിമാൻ, നീതി പാലിക്കുന്നവൻ നീതിമാൻ. എന്താണ് നീതി? ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് മനുഷ്യൻ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശു വഴി വരുന്നതായ ആ രക്ഷ സ്വീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ മകനായി മകളായി മാറുക. ആരും നരകത്ത് പോകരുത്, ഇത് ദൈവത്തിന് നിർബന്ധമാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് കന്യകാമറിയം വഴി അയച്ചത്. എന്തിന്? നീ അനുതപിക്കുവാൻ, നീ മനസ്തപിക്കുവാൻ, നീ കർത്താവായ യേശുവിനെ അംഗീകരിക്കുവാൻ, കർത്താവായ യേശു നിനക്ക് അപ്പനായി മാറുവാൻ, ആ അപ്പൻ മക്കളായ നിന്നെ സ്വർഗത്ത് കൊണ്ട് ചേർക്കുവാൻ. അതിനാണ് യേശു വന്നത്. നിനക്ക് ക്രിസ്മസ് കൊണ്ടാടാൻ വന്ന ആളല്ല യേശു. നിനക്ക് ക്രിസ്മസും ഈസ്റ്ററും തിരുനാളും കൊടിയേറ്റും കൊടിയിറക്കും നടത്താൻ വേണ്ടി വന്ന യേശു അല്ല. ആ യേശു നിന്നെ സ്വർഗത്ത് കൊണ്ടുപോകാൻ വേണ്ടി വന്ന യേശുവാണ്. ഒന്നുകൂടെ വായിക്ക്. കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേർക്കാണ്. നീതിമാന്മാർ, രക്ഷിക്കപ്പെട്ടവർ, ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവർ, ക്രിസ്ത്യാനികൾ. ദൈവത്തിൻ്റെ നീതി പാലിക്കുന്നവൻ ആരാണോ അവനാണ് ക്രിസ്ത്യാനി. യേശുവിനെ പിന്തുടരുന്നവൻ ആരാണോ അവനാണ് ക്രിസ്ത്യാനി. യേശുവിൻ്റെ തിരുവചനങ്ങൾ പാലിക്കുന്നവൻ ആരാണോ അവനാണ് ക്രിസ്ത്യാനി.
മറ്റവരെല്ലാം കള്ള ക്രിസ്ത്യാനികളാണ്. ഇതാണ് സത്യം. വായിക്ക്. കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേർക്കാണ്, അവൻ്റെ കാതുകൾ അവരുടെ പ്രാർത്ഥനയ്ക്കായി തുറന്നിരിക്കുന്നു. എൻ്റെ മക്കൾ എപ്പോൾ എന്നോട് പ്രാർത്ഥിക്കും, അത് ശ്രദ്ധിച്ച് കർത്താവ് കാത്തിരിക്കുകയാണ്. നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്, നിൻ്റെ ആരാധന ദൈവത്തിന് ഇഷ്ടമാണ്, നിൻ്റെ നല്ല പ്രവൃത്തികൾ ദൈവത്തിന് ഇഷ്ടമാണ്, തിരുവചനപ്രകാരമുള്ള ജീവിതം ദൈവത്തിന് ഇഷ്ടമാണ്. അപ്പോൾ നിൻ്റെ കണ്ണുകൾ കർത്താവ് നിൻ്റെ മേൽ കർത്താവിൻ്റെ കണ്ണുകൾ നിൻ്റെ മേൽ പതിഞ്ഞിരിക്കുകയാണ്. നീ എന്ത് ചെയ്യുന്നു? എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ, അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിന്നെക്കുറിച്ച് തിരക്കുന്ന ഒരു ക്രിസ്തു ഉണ്ട്. നിൻ്റെ കാര്യങ്ങളിൽ അങ്ങേയറ്റം താല്പര്യം കാണിച്ച് നിന്നെ കരുതുന്ന ഒരു ക്രിസ്തു ഉണ്ട്. ആ ക്രിസ്തുവിൻ്റെ മകനായി മകളായി ജീവിക്കണം. ഇല്ലെങ്കിൽ വെറുതെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, നീ വെറുതെ പള്ളിയിൽ പോയതുകൊണ്ട് ഒരു കാര്യവുമില്ല. ക്രിസ്തുവിൻ്റെ മകനായി മകളായി ജീവിക്കുക, അതിനു വേണ്ടിയാണ് ക്രിസ്തു വന്നത്. ഇവിടെ തിരുവചനം വീണ്ടും പറയുന്നു, എന്നാൽ കർത്താവിൻ്റെ മുഖം തിന്മ പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമാണ്. കർത്താവിൻ്റെ മുഖം നീതിമാനുടെ മേലിലാണ്, എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവൻ, കളവ് കാണിക്കുന്നവൻ, ദൈവത്തിന് വിരുദ്ധമായി പെരുമാറുന്നവൻ, ദൈവത്തെ നിഷേധിക്കുന്നവൻ, ദൈവത്തിൻ്റെ ആരാധനയ്ക്കോ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനോ താല്പര്യമില്ലാത്തവൻ, അഥവാ ദൈവവിശ്വാസമില്ലാതെ കാണപ്പെടുന്നവൻ, അവന് പ്രതികൂലമാണ്. ദൈവത്തിൻ്റെ മുഖം അവന് പ്രതികൂലമാണ്. ദൈവം തിരിഞ്ഞു നോക്കത്തില്ല അവന്. നീ എന്നെ തള്ളിയാൽ ഞാനും നിന്നെ തള്ളിക്കളയും, യേശു പറയുന്നു. നീ എന്നെ നിഷേധിച്ചാൽ ഞാനും നിന്നെ നിഷേധിക്കും. ഒരു അപ്പനും മക്കൾക്കുമുള്ള ബന്ധമാണ് പ്രിയപ്പെട്ടവർ യേശു ക്രിസ്തുവിനും നമുക്കുമുള്ള ബന്ധം. ആ രക്ഷ നേടിയിരിക്കണം, ഇല്ലെങ്കിൽ ബന്ധവുമില്ല, ഒന്നുമില്ല, എല്ലാം പോക്കാണ്. നീ രക്ഷിക്കപ്പെട്ടവനായിരിക്കണം, അഭിഷേകം പ്രാപിച്ചവനായിരിക്കണം, ഇല്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒക്കത്തില്ല. വെറുതെ കാര്യങ്ങൾ സാധിച്ച് കിട്ടാനായിട്ട് ഒരു ദൈവമില്ല, ഈ ഭൂമിയിലില്ല. എന്നാൽ ആ ദൈവം നമുക്കുണ്ട്. ആ ദൈവം എല്ലാം നമുക്ക് സാധിച്ചു തരും. ദൈവ മക്കൾക്ക് എല്ലാം സാധിച്ചു തരുന്ന ഒരു യേശു. ദൈവത്തിൻ്റെ മക്കൾക്ക് അത് നേരത്തെ കൂടി അഡ്വാൻസായി ദൈവം കൊടുത്ത ഒരു വാഗ്ദാനമാണ്. ദൈവമക്കൾക്കൊരു കുറവും സംഭവിക്കുകയില്ല. ദൈവത്തെ വിശ്വസിക്കുകയും വചനപ്രകാരം നീ ജീവിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അങ്ങേയറ്റം നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും, എല്ലാ വിശ്വാസികളെയും ദൈവം അറിയുന്നു. പ്രത്യേകിച്ച് നിന്നെ അറിയാം. നീ ആരാണ്, നിൻ്റെ പേരെന്താണ്, നിൻ്റെ സ്ഥലം എവിടെയാണ്, നിൻ്റെ പ്രായം എന്താണ്, എല്ലാം ദൈവത്തിനറിയാം. നീ വിചാരിക്കും ഇതെന്തരാണ് ദൈവത്തിന് ഇങ്ങനെ അറിയാമോ? പല കോടികളല്ലയോ ഈ ലോകത്തുള്ളത്. നമ്മളിവിടെ ഒരു ഗ്രാമത്തിൽ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കിടക്കുന്നവരില്ലയോ? നീ എൻ്റെ കാര്യം എങ്ങനെ അറിയാം? അതാണ് സർവേശ്വരൻ. അതാണ് ദൈവത്തിനൊരു പേര്, സർവേശ്വരനെന്ന്. എല്ലാം അറിയുകയും എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ദൈവം. അതിലും പ്രധാനമായിട്ട് നിൻ്റെ സങ്കടങ്ങൾ, നിൻ്റെ ദുഃഖങ്ങൾ, നിൻ്റെ ദുരിതങ്ങൾ, നിൻ്റെ പ്രയാസങ്ങൾ എല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലാം ദൈവം കാണുന്നു. നിൻ്റെ പ്രാർത്ഥന അവൻ കേൾക്കുന്നു, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം നൽകുന്നു. നിൻ്റെ കരച്ചിലിന്, നിൻ്റെതായ പരാതികൾക്ക് അവൻ മറുപടി നൽകുന്നു, നിന്നെ സഹായിക്കുന്നു.
ആ ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്കായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, നമുക്കായി എല്ലാം ചെയ്തു തരുന്ന ഒരു ദൈവം. ആ ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ കരുതുന്നു എന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ ആരും മറക്കരുത്. കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 5:10. ഓരോരുത്തരും ശരീരത്തിലായിരുന്നപ്പോൾ ചെയ്തതിന് അനുസൃതമായി നന്മയോ തിന്മയോ സ്വീകരിക്കാൻ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നാം ഏവരും ഹാജരാകണം. ഓരോരുത്തരും, ഒരിക്കൽ കൂടി വായിക്കാം. ഓരോരുത്തരും ശരീരത്തിലായിരുന്നപ്പോൾ ചെയ്തതിന് അനുസൃതമായി നന്മയോ തിന്മയോ സ്വീകരിക്കാൻ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നാം ഏവരും ഹാജരാകണം. ചത്തുപോകും നമുക്ക് ഒരു ദിവസം. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾക്ക് ചത്തതിന് ശേഷം ദൈവത്തിൻ്റെ സ്ഥലത്ത്, വിശ്രമ സ്ഥലത്ത് നമുക്ക് സ്ഥാനമുണ്ട്. നാം അവിടെ സുഖമായിരിക്കും. നമുക്ക് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നുമില്ല. എന്നാൽ പാപത്തിൽ മരിച്ചു പോകുന്നവൻ പാതാളത്തിൽ തള്ളപ്പെടും. അവൻ പാതാളത്തിൽ കിടക്കും, കഷ്ടപ്പെടും, പ്രയാസപ്പെടും, ഞരങ്ങി കിടക്കും. പാപം ചെയ്തു മരിക്കുന്നവൻ പാതാളത്തിൽ. നന്മ ചെയ്ത് ക്രിസ്തുവിൻ്റെ മക്കളായി ജീവിക്കുന്നവർക്ക് അവിടെ പ്രത്യേക സ്ഥലമുണ്ട്, റെസ്റ്റിംഗ് പ്ലേസ്, വിശ്രമസ്ഥലം. ആ വിശ്രമസ്ഥലത്തേക്ക് അവർ ചെല്ലും, അവിടെ സുഖമായിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ഒരു വിളി ദിവസമുണ്ട്, ന്യായവിധി ദിവസമുണ്ട്. അന്ന് ഇരുകൂട്ടരും യേശുവിൻ്റെ മുമ്പിൽ ഹാജരാകണം. ഒരു ന്യായവിധി ദിവസമുണ്ട്. അന്ന് കർത്താവ് ന്യായം വിധിക്കും. ന്യായാധിപതിയായി യേശു കടന്നു വരും. ആ യേശുവിൻ്റെ ന്യായാസന പദ്ധതിക്ക് അനുസൃതമായി ആദ്യം വരുന്നവർ വിശ്വാസികളാണ്. വിശ്വാസികളെന്ന് ഞാനിവിടെ പറയുന്നത് പള്ളിയിൽ വരുന്നവനെല്ലാം വിശ്വാസികളല്ല, ഓർക്കണം. പള്ളിയിൽ വന്നും കൊണ്ട് പോകുന്നവൻ വിശ്വാസികളല്ല. പള്ളിയിൽ വന്നും കൊണ്ട് നേർച്ചയിട്ട് കൊണ്ടുപോകുന്നവൻ വിശ്വാസിയല്ല. വിശ്വാസി ദൈവത്തിൻ്റെ മക്കളായി മാറുന്നവർ മാത്രമാണ് വിശ്വാസികൾ. ആ വിശ്വാസികളെ ആദ്യം കർത്താവ് ന്യായം വിധിക്കും. ന്യായം വിധിച്ച് അവരെ സ്വർഗത്തിലേക്ക് അയക്കും. രണ്ടാമത് ഒരു ന്യായവിധി ആർക്കാണ്? അവിശ്വാസികൾക്ക്. ജീവിച്ചിരിക്കുന്ന നാളുകളിൽ ദൈവത്തെ അനുസരിക്കാതെ, ദൈവത്തെ സ്നേഹിക്കാതെ, പ്രാർത്ഥന ഇഷ്ടപ്പെടാതെ, പ്രാർത്ഥനയ്ക്ക് പോകാതെ, ദൈവവുമായി ബന്ധമില്ലാതെ പല 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 വിധത്തിലുള്ള പാപങ്ങൾ ചെയ്ത്, കൊലയും കൊള്ളയും എല്ലാ വ്യഭിചാരവും ഒക്കെ ചെയ്ത് കഴിഞ്ഞവൻ അവൻ അവിശ്വാസിയാണ്. ഈ അവിശ്വാസികൾക്ക് കോമൺ ജഡ്ജ്മെൻറ്റ് ഈസ് വെയിറ്റിംഗ്. കോമണായിട്ട് പൊതുവായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് ഇവർക്കുണ്ട്. ആ ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞ ഉടൻ ഇവരെ കർത്താവ് നരകത്തിലേക്ക് അയക്കും. അത്ര കെൽപ്പുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ ദൈവം ഇതിൽ നിന്നാ മനസ്സിലാകുന്നത്, ദൈവം നമ്മുടെ പ്രവൃത്തികളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവം നമ്മുടെ പ്രവൃത്തികളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. പലരും വിചാരിക്കുന്നത് ദൈവത്തിനിതൊന്നും അറിയത്തില്ല, ദൈവത്തിനിതൊന്നും അറിയില്ല. ഇതൊക്കെ സാരമില്ലാത്ത കാര്യങ്ങളാണ്.
ഒരു ചെറിയ മോഷണം, അതൊന്നും വലിയ ഒരു തെറ്റുമില്ല, പാപവുമില്ല. എടാ, 1 രൂപ നീ മോഷ്ടിച്ചാലും അത് മോഷണം തന്നെ. 1 ലക്ഷം മോഷ്ടിച്ചാലും അതിൻ്റെ അത്ര മോഷണം ആ പാപത്തിനുണ്ട്. രണ്ടും ഒന്നാണ്. കുറഞ്ഞ പാപം കൂടിയ പാപം എന്ന് ദൈവത്തിൻ്റെ മുമ്പിലില്ല. സത്യങ്ങൾ മനസ്സിലാക്കണം. വെറുതെ കെട്ടിച്ചമഞ്ഞ് വന്നാൽ പോരാ. കാര്യങ്ങൾ മനസ്സിലാക്കി ദൈവത്തിൻ്റെ പൈതലായി മാറണം. ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ കേൾപ്പുള്ളവളായി കാണപ്പെടണം. എങ്കിലേ നമുക്ക് ദൈവമക്കളാകത്തുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ പറയുന്നതാണ്. ഇവിടെ സത്യമേ സംസാരിക്കൂ. എടപ്പാട് പ്രേയർ സെൻ്ററിൽ സത്യം മാത്രമേ സംസാരിക്കൂ. ബൈബിളിലെ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ. കേൾക്കാൻ മനസ്സുള്ളവൻ കേൾക്കട്ടെ, ഇല്ലാത്തവൻ പോകട്ടെ. ദൈവത്തിന് നിഷേധിയായി നീ കാണപ്പെടരുത്. ദൈവം ഇഷ്ടപ്പെടുന്ന മകനായി മകളായി ജീവിച്ച് നിൻ്റെ ആവശ്യങ്ങൾ മുഴുവനും നിറവേറ്റി തരുന്ന ആ ദൈവത്തിൻ്റെ നല്ല മകനായി നല്ല മകളായി ജീവിക്കുക. ന്യായാധിപനായി കടന്നു വരുന്ന ആ നാളിൽ നാം കുറ്റമറ്റവരായി കാണപ്പെടുവാൻ ശ്രമിക്കുക. നാം കുറ്റമില്ലാത്തവരാണ് എന്നുള്ളതിൽ നാം ധൈര്യമായിട്ട് മുമ്പിലെത്തണം. ന്യായാസനത്തിൻ്റെ മുമ്പിലെത്തണം. ന്യായവിധിയുടെ ദിവസത്തിൽ നാം സ്വർഗത്തിലേക്ക് യേശുവിനോടൊപ്പം കടന്നു പോകണം. ഇല്ല എങ്കിൽ നീ ക്രിസ്ത്യാനി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒരർത്ഥവുമില്ല. 2 വള്ളത്തിൽ കാല് വയ്ക്കരുത്. 2 വള്ളത്തിൽ കാല് വെച്ചാൽ നടക്കു പോവും, കടലിൽ പോവും. കടലിൽ താനെ പോയിക്കൊള്ളും, ആരും പിടിച്ചു തള്ളണ്ട. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 7-ാമത്തെ വാക്യം. വഞ്ചിതരാകരുത്. മനുഷ്യ, നീ വഞ്ചിക്കപ്പെടരുത്. ആരെങ്കിലും പറയുന്ന കള്ളം കേട്ട് നീ വഞ്ചിക്കപ്പെടരുത്. ആരെങ്കിലും നിന്നെ തെറ്റിദ്ധരിപ്പിച്ചാൽ ആ തെറ്റിദ്ധാരണയിൽ നീ വഞ്ചിതനായി മാറരുത്. ദൈവത്തെ കബളിപ്പിക്കാൻ സാധ്യമല്ല. മനുഷ്യരിൽ ചിലരെ ചില സന്ദർഭങ്ങളിൽ ചില വേളകളിൽ മനുഷ്യനെ ചിലർ കബളിപ്പിക്കാറുണ്ട്, പറ്റിക്കാറുണ്ട്, അവനെ വിശ്വസിച്ച് ഇടപാടുകൾ ചെയ്യാറുണ്ട്. അവനതുപോലെ തിരിച്ചു ചെയ്യുകയില്ല. ഇവിടെ വചനം പറയുന്നു, വഞ്ചിതരാകരുത്. ദൈവത്തെ കബളിപ്പിക്കാൻ സാധ്യമല്ല. ദൈവത്തിനെല്ലാം അറിയാം. നിന്നെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം ദൈവത്തിനറിയാം. ആ ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റിക്കാൻ പറ്റുകയില്ല. വിതയ്ക്കുന്നത് തന്നെ മനുഷ്യൻ കൊയ്യും. നീ എന്താണോ വിതയ്ക്കുന്നത് അത് തന്നെ കൊയ്യും. ഗോതമ്പ് വിതച്ചാൽ ഗോതമ്പ് തന്നെ കൊയ്യും. നെല്ല് വിതച്ചാൽ നെല്ല് തന്നെ കൊയ്യും. എന്തു കൊയ്യുന്നുവോ അത് നിനക്ക് പ്രതിഫലമായി കിട്ടും. നീ മറ്റുള്ളവരെ വഞ്ചിച്ചാൽ നിന്നെ വഞ്ചിക്കാൻ ഒരുത്തൻ വരും. നീ മറ്റുള്ളവരെ കബളിപ്പിച്ചാൽ നിന്നെ കബളിപ്പിക്കാൻ വേറൊരുത്തൻ വരും. നീ ഒരുത്തനെ പ്രയാസപ്പെടുത്തിയാൽ നിന്നെ പ്രയാസപ്പെടുത്താൻ വേറൊരുവൻ വരും. അതുകൊണ്ട് വിതയ്ക്കുന്നത് തന്നെ മനുഷ്യൻ കൊയ്യും. 8-ാമത്തെ വാക്യം പറയുന്നു, ജഡത്തിൻ്റെ അഭിലാഷങ്ങൾക്ക് വേണ്ടി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് വിനാശം കൊയ്തെടുക്കും. ജഡത്തിൻ്റെ അഭിലാഷങ്ങൾക്ക് വേണ്ടി വിതയ്ക്കുന്നവൻ, ജഡങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി വിതയ്ക്കുന്നവൻ അവസാനം നീ ചത്ത് നരകത്ത് പോകും. നിൻ്റെ ആത്മാവിന് വേണ്ടി കഷ്ടപ്പെടുന്നില്ല. നിനക്കൊരു സ്ഥലം കർത്താവ് തന്നിട്ടുണ്ട്. നിൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്.
നീ അതെല്ലാം കളഞ്ഞും കൊണ്ട് മക്കള്, മരുമക്കള്, പിന്നെ ചെറുമകൾ ഇവരുടെ കാര്യങ്ങളെ ഓർത്ത് നീ ദുഃഖിച്ച് സ്വർഗത്ത് പോകേണ്ട നിൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്നും വെട്ടിമാറ്റാൻ പോകുന്നു. പലരുടെയും വെട്ടിമാറ്റിക്കഴിഞ്ഞു. നീ നിൻ്റെ ആത്മാവിനെ എങ്ങനെയെങ്കിലും കരചേർക്കാൻ വേണ്ടി നീ കഴിയണം, ജീവിക്കണം ശേഷിക്കുന്ന നാളുകൾ. ആത്മാവിന് വേണ്ടിയും പ്രയത്നിക്കണം. ശരീരത്തിന് നീ ഭക്ഷണം കൊടുക്കുമ്പോൾ നിൻ്റെ ആത്മാവിന് വേണ്ട ഭക്ഷണവും നീ കൊടുക്കണം. ആ ആത്മീയ ഭക്ഷണം കൊടുത്തുകൊണ്ട് നിൻ്റെ ആത്മാവ് പുഷ്ടി പ്രാപിച്ചിരുന്നാലേ അവസാനം നീ സ്വർഗത്ത് കടന്നു പോവുകയുള്ളൂ. ഇല്ലെങ്കിൽ സ്വർഗത്ത് പോകാൻ പറ്റുകയില്ല. ലൗകികമായി മാത്രം ജീവിച്ചുകൊണ്ട്, ലൗകികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ട് ദൈവത്തെ കബളിപ്പിച്ചാൽ അവസാനം രക്ഷപ്പെടാൻ സാധ്യമല്ല. ജഡത്തിൻ്റെ അഭിലാഷങ്ങൾക്ക് വേണ്ടി വിതയ്ക്കുന്നവൻ, കാര്യങ്ങൾ നടന്ന് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് പ്രാർത്ഥനയ്ക്ക് വരുന്നവൻ, എന്തെങ്കിലും നക്കാപ്പിച്ച ആയിട്ട് ദൈവത്തിന് എന്തെങ്കിലും കാണിക്ക കൊടുത്തും കൊണ്ട് രക്ഷപ്പെട്ടാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും എന്ന് വിചാരിക്കുന്നവൻ ജഡത്തിലാണ് വിതയ്ക്കുന്നത്. അതിന് അവന് കിട്ടുന്നത് വിനാശം, നാശം. അവസാനം അവന് നാശം അവൻ കൊയ്യും. അവൻ കൊയ്യുന്നത് നല്ലതല്ല, വിനാശം കൊയ്തെടുക്കും. അതേസമയം ആത്മാവിന് വേണ്ടി വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആത്മാവിന് വേണ്ടി എൻ്റെ ആത്മാവ് പുഷ്ടി പ്രാപിക്കണം. പ്രാർത്ഥന വഴി, നന്മയായ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി, കർത്താവിനായി ആത്മാക്കളെ തേടുന്നത് വഴി, ദൈവത്തിന് നൽകേണ്ടത് നൽകുന്നത് വഴി, ദൈവകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുന്നത് വഴി അവസാനം നീ സ്വർഗത്ത് പോകും. അല്ലാതെ ജഡത്തിൻ്റെ കാര്യങ്ങൾ, സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് വെച്ച് നിൻ്റെ സ്വന്തം കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചു കൊണ്ട് പോകുന്ന നീ ആത്മാവിൽ നശിച്ചിരിക്കുന്നു. അവസാനം നിനക്ക് നരകം തന്നെ കിട്ടും. സ്വർഗത്ത് നീ പോവുകയില്ല. ഇല്ല, ഇല്ല, ഇല്ല. ഇതാണ് സത്യം. ഇതാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന സത്യം. ഈ സത്യത്തിൽ നിന്നും വ്യതിചലിക്കാതെ പോകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്ക്. ഈ സത്യത്തിൽ നിലയായി നിൽക്കുവാൻ പൂർണ്ണമായും ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട്, യേശുവിനെ ആശ്രയിച്ചുകൊണ്ട്, നമുക്ക് കിട്ടിയതായ രക്ഷയിൽ ഉറച്ചു നിന്നുകൊണ്ട്, നമുക്ക് കിട്ടിയതായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഉറച്ചു നിന്നുകൊണ്ട്, ദൈവം നമുക്ക് ഓരോ ദിവസവും ചെയ്യുന്ന അത്ഭുതകരമായ പ്രവൃത്തികൾക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ കാണപ്പെടാം. എങ്കിൽ നാം രക്ഷപ്പെട്ടവരായി മാറും. അവസാനത്തെ ന്യായവിധിയുടെ ദിവസം നാം രക്ഷപ്പെട്ട് കടന്നു പോകും. മറ്റുള്ളവർക്ക് കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ കാണപ്പെടും. അതുകൊണ്ട് ആത്മീയമായി വളർച്ച നേടുവാൻ, ദൈവവുമായി കൂടുതൽ ബന്ധപ്പെടുവാൻ, ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ തന്നെ കാണപ്പെടുവാൻ പ്രിയപ്പെട്ട സഹോദര സഹോദരി കടന്നുവാ, കടന്നുവാ. ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ കാത്തിരിക്കുന്നു. നിന്നെ സ്നേഹിക്കുന്ന നല്ലവനായ ദൈവം നിനക്കെല്ലാം ചെയ്തു തരുവാൻ കാത്തിരിക്കുന്നു. നിന്റെ ആയിട്ടുള്ള അറിവുകേട് കാരണം, അറിവില്ലായ്മ കാരണം പലതും നീ നഷ്ടപ്പെടുത്തിയിരിക്കാം. ആ നഷ്ടപ്പെടുത്തിയത് വീണ്ടും തിരിച്ചെടുക്കുവാനും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ സ്വന്തം മകനായി മകളായി കാണപ്പെടുവാനും കർത്താവ് നിന്നെ മാടി വിളിക്കുന്നു. കടന്നുവാ. ദൈവത്തെ കബളിപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ള പരമസത്യം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് കടന്നുവാ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നു വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നു വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. ആരാധന 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 ആരാധന. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്ര കഴിഞ്ഞുപോയി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്ര കഴിഞ്ഞുപോയി. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങ് തലോടലുമായി നാഥൻ ചാരയുണ്ട്. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങ് തലോടലുമായി നാഥൻ ചാരയുണ്ട്. ആരാധന 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 ആരാധന. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. നന്ദിയാൽ നിറയും എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ஹalleluya ஹalleluya ஹalleluya. நம் ஆண்டவராகிய தேவனுக்கு நன்றி சொல்லுவோம். அவர் செய்த எண்ணிலடங்காத நன்மைகளுக்காக. ஹalleluya ஹalleluya ஹalleluya. மத்தேயு நற்செய்தி 11ஆம் அதிகாரம் 25-26. அவ்வேளையில் இயேசு கூறியதாவது, தந்தையே, விண்ணிற்கும் மண்ணிற்கும் ஆண்டவரே, ஞானிகளுக்கும் விவேகிகளுக்கும் இவற்றை மறைத்து சிறுவராகிய மக்களுக்கு நீர் வெளிப்படுத்தினீரே, உம்மை புகழ்கிறேன். ஹalleluya ஹalleluya. ஆண்டவராகிய இயேசு கூறியது,
கலிலியாவில் இருந்த அப்போஸ்தலர்களை தேர்ந்து கொண்டார். ஒன்றும் தெரியாத, கடவுளை தெரியாத மக்கள் ஆண்டவராகிய இயேசுவை கண்டார்கள். ஆண்டவர் அவர்களுக்கு அப்போஸ்தலர்கள் என்று பெயரிட்டார். அவர் மத்தியில் அவர்கள் ஆண்டவர் என்ன சொல்லுவாரோ அதை செய்து வந்தார்கள். ஆண்டவருடைய வார்த்தைகளை கேட்டு தாழ்மையோடு இருந்தார்கள். அவர் அனுப்பும் இடங்களுக்கெல்லாம் சென்று கொண்டிருந்தார்கள். குடும்பங்களை விட்டு வந்தார்கள், தொழில்களை விட்டு வந்தார்கள், ஆண்டவருக்காக செயல்பட்டார்கள். ஆண்டவரை நம்பி ஆண்டவர் நமக்கு எல்லாம் செய்வார் என்று அவரோடு சஞ்சரித்து கொண்டிருந்தார்கள். அவ்வேளையிலே ஆண்டவராகிய இயேசு அந்த மக்களை நோக்கி, அப்போஸ்தலர்களை நோக்கி ஆண்டவரை புகழ்ந்து எட்டினார். அவர் எப்படி புகழ்ந்தார்? தந்தையே, விண்ணிற்கும் மண்ணிற்கும் ஆண்டவரே, தந்தையே, தகப்பனே. ஆண்டவர் இயேசு கூப்பிடுகிறார், தகப்பனே, தந்தையே, விண்ணிற்கும் விண்ணுலகத்திற்கும் மண்ணுலகத்திற்கும் ஆண்டவரே, அனைத்திற்கும் ஆண்டவரே, அனைத்து உலகத்தையும் நடத்துபவரே ஆண்டவரே. அடுத்தவர் என்ன கூறுகிறார்? ஞானிகள், அறிவுடையவர்கள் ஞானிகளுக்கும் புத்தியுடைய விவேகிகளுக்கும் இவற்றை மறைத்து ஒன்றும் புரியாத தெரியாத மக்களுக்கு நீர் வெளிப்படுத்தியதால் உம்மை புகழ்கிறேன். ஹல்லேலூயா, ஹல்லேலூயா. ஜெபம் நடத்துகிறவர்கள் 10,000 கணக்கில் உண்டு, சபைகள் 10,000 கணக்கில் உண்டு. நல்ல அருமையானவர்களே, ஆண்டவரை அறிவது என்பதும் ஆண்டவருடைய மக்களாக வாழ வேண்டும் என்பதும் அந்த படிப்பினையை கேட்டு நீங்கள் மாற்றம் அடையும்படியாக உங்களை வழி நடத்துபவர்கள் கண்ணீரோடு கதறி தந்தையா கடவுளை நோக்கி அழுது ஜெபிப்பதும் எங்கும் இல்லாத ஒரு செயல். ஹல்லேலூயா. பூமியில் மட்டுமல்ல, நாம் பரலோகம் போக வேண்டும். ஹல்லேலூயா. அதைத்தான் ஆண்டவர் சொன்னார். ஞானிகளுக்கும் விவேகிகளுக்கும் இதை மறைத்து இந்த மக்களுக்கு வெளிப்படுத்தியதால் உம்மை புகழ்கிறேன். மீண்டும், ஆம் தகப்பனே, இது உம்முடைய சித்தம். ஹல்லேலூயா. இது யாரும் உம்மோடு கேட்டதல்ல, நீ தாமாகவே ஆண்டவராகிய கடவுள் தம்மோடு பரலோகம் போக வேண்டிய மக்களுக்கு படிப்பினை அளிக்கும்படியாக ஞானிகள் அல்லாத, விவேகிகள் அல்லாத, புத்தி இல்லாத மக்களை தேர்ந்து கொண்டார். ஹல்லேலூயா, ஹல்லேலூயா. என் தந்தை எல்லாவற்றையும் என்னிடம் கையளித்திருக்கிறார். ஹல்லேலூயா. என் தகப்பன் எல்லாம் என்னிடம் கையளித்திருக்கிறார். மகன் யாரென்றும் தந்தையண்டி, பிதாவாகிய தேவனண்டி வேறு யாருக்கும் தெரியாது. மகன் யாரு? தகப்பனின் ஒரே பேரான மகன். தகப்பன் யாரு? ஆண்டவர் இயேசுவின் தந்தை. ஹல்லேலூயா. தந்தை யாருண்டோ, மகன் யாருண்டோ வேறு யாருக்கும் தெரியாது. தெரியாதென்றால் புரியாது. எத்தனை தான் விளக்கத்தோடு பேசினாலும் மக்களுக்கு புரியாது. பிரசங்க பாடங்கள் ஒன்றும் உள்ளில் இறங்காது. அதற்காக தனியாக பயிற்சி அளிப்பது போல அவரை நோக்கி கண்ணீரோடு ஜெபித்து
வரும் மக்களின் இருதய கதவுகளை நீர் திறக்க வேண்டும் ஆண்டவரே அண்டு அவரை நோக்கி பாரி வைத்து இதய கண்கள் இதய கதவுகள் திறக்கப்பட்டால் இங்கு பேசும் ஒவ்வொரு வார்த்தையும் உள்ளில் உள்ளில் குத்துண்டது போல உள்ளிறங்கி தங்கும். ஹல்லேலூயா. ஆண்டவரின் வார்த்தை என்பது பரம ரகசியம், பரலோக ரகசியம். அது எல்லோராலும் எடுக்க முடியாது. நீங்களே அதற்காய் ஜெபிக்க வேண்டும். ஆண்டவரே, நான் இடப்பாடில் போகும்போது அங்கு பேசும் பரலோகத்தின் பரம ரகசியங்கள் எல்லாமே எனக்கு நீர் கற்றுத்தர வேண்டும். ஹல்லேலூயா, ஹல்லேலூயா. பிள்ளைகள் பள்ளிக்கூடம் செல்வார்கள். பள்ளிக்கூடம் செல்லும் பிள்ளைகளுக்கு அங்கு டீச்சர் கற்றுக் கொடுப்பது மட்டும் போதும். ஆனால் படி படி என்று கூறுகிற தாயும் தந்தையும் டியூஷனுக்கு அனுப்புவார்கள். ஏன்? இன்னும் மேலாய் அதிக மார்க்குகள் வாங்க வேண்டும் என்று. அருமையானவர்களே, ஆண்டவராகிய தேவனுடைய வார்த்தை உள்ளே தங்க வேண்டுமென்றால் கண்ணீரோடு ஜெபிக்க வேண்டும், பாரத்தோடு ஜெபிக்க வேண்டும். இந்த வார்த்தை என்னில் நிலைத்திருக்க வேண்டும். நான் உம்மை விட்டு நீங்காமல் இருக்க வேண்டும். நான் கடைசி வரை உம்முடைய பிள்ளையாக வாழ வேண்டும். நீர் வரும்போது நானும் உம்மோடு பரலோகம் வந்து சேர வேண்டும். ஹல்லேலூயா, ஹல்லேலூயா. ஞானிகளுக்கும் விவேகிகளுக்கும் மறைத்ததை கடவுள் சிறுவராகிய அவருடைய மக்களுக்கு வெளிப்படுத்தினார். ஹல்லேலூயா, ஹல்லேலூயா. நீங்களும் உங்கள் இல்லங்களில் வேதம் வாசிக்க வேண்டும். ஆண்டவராகிய கடவுளுடைய பெரிதான திட்டங்கள் இந்த வேத புஸ்தகத்தில் புதைந்துள்ளது. இதை வாசியாமல் இருந்தால் புரியாது. இங்கு நடப்பதெல்லாமே வேத புஸ்தகத்தை படிப்பினையாக்கி தொடர்ந்து வாசித்து அதில் மறைந்திருக்கிற என்னென்ன செய்ய வேண்டும் என்பதை குறித்த வசனங்களை ஆராய்ந்து கண்டறிந்து அந்த வசனங்களை எடுத்து அப்படித்தான் இடப்பாடு சென்றரின் வேலை. ஹல்லேலூயா. சும்மா வாசித்து விடுவதல்ல. கடவுள் நமக்கு தகப்பனாக இருக்கிறார் என்றால் சாதாரணமான ஒரு காரியம் அல்ல அது. பெற்ற தாய் தகப்பன் அவர்கள் உயிர்விட்ட பிறகு அவர்கள் நமக்கு தாயும் தந்தையுமாய் இருக்க முடியாது. நாம் நினைப்பதும் அவர்களை நேசிப்பதும் இன்னொரு காரியம். ஆனால் கடவுள் அப்படி அல்ல. அவர் சாயலாக படைத்த, அவரால் பெயர் எழுதப்பட்ட அவருடைய மக்களுக்காக அவர் எப்போதும் காணப்படுவார். ஆண்டவராகிய கடவுள் நமக்கு எப்போதும் தேற்றரவாளராக இருப்பார். அவர் ஒருபோதும் அவரால் தேர்ந்து கொள்ளப்பட்ட பெயர் எழுதப்பட்ட மக்களை மறப்பதே இல்லை. ஹல்லேலூயா. அவர்தான் கடவுள். ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. ஆண்டவராகிய கடவுள். ஏன் எப்பொழுதும் ஆண்டவருடைய செயலை உங்கள் மத்தியில் வெளிப்படுத்துகிறோம் என்றால் ஆண்டவர் நம் மத்தியில் வீற்றிருக்கிறார். உங்களால் கண்டுணர முடியாது, புரிந்தாலும் தெரிந்தாலும் அதை நன்றியறிதலோடு பிறருக்கு எடுத்து கூறவும் மாட்டீர்கள். ஆண்டவர் செயலாட்டும் ஒரு இடமென்றால் அது ஒரு சொல்ல முடியாத சந்தோஷம். இங்கு எப்போதும் நாங்கள் கூறுவது ஆண்டவரை பற்றி மட்டும். ஆண்டவர் செயலாட்டுகிறார். ஆண்டவர் உங்களுக்கு சுகம் தருகிறார். கேன்சர் வியாதியா? பயப்படாதீர்கள், ஆண்டவர் விடுதலை தருவார், அற்புத சுகம் தருவார், எல்லா நன்மையும் செய்வார். ஆண்டவர் செயலாட்டுகிறார். விடுதலை அளிப்பவர் ஆண்டவர்.
அந்த இடத்தில் எங்களை நாங்கள் மறைத்து கொள்கிறோம். எல்லா நன்மையும் செய்பவர் ஆண்டவர். இந்த இல்லத்தை உருவாக்கியவர் ஆண்டவர். இந்த கடல் நடுவே நிறுத்தியவர் ஆண்டவர். ஒரு கடல் முதல் மறு கடல் வரை, ஒரு கடல் கலிலியா கடல், மறு கடல் இடப்பாடனம் கடல். ஹல்லேலூயா, ஹல்லேலூயா. நீங்கள் எங்கும் கேட்டிருக்க மாட்டீர்கள் இந்த அதிசயமான காரியங்கள். கடவுளோடு நாம் இருக்கிறோம். அருமையானவர்களே, இங்கு வருபவர்கள் சந்தோஷத்தோடு வாருங்கள், சந்தோஷத்தோடு வாருங்கள். கடவுள் உங்களை கட்டி அரவணைத்து முத்தமிட்டு ஆசீர்வதிப்பவர். அவர் எங்களோடு செயல்படுகிற அநேக காரியங்கள் உங்களுக்கு தெரியாது. ஆண்டவர் கூடவே செயலாட்டி கொண்டிருக்கிறார். அவரை மட்டும்தான் நாங்கள் உங்களுக்கு தெரியப்படுத்துகிறோம். ஆண்டவராகிய தேவனுக்கு நன்றி சொல்லுவோம். உங்கள் இல்லங்களிலும் நேரம் இருக்கும்போது கண்களை மூடி நீங்கள் சித்தமிட்டு ஜெபிக்க வேண்டும் என்றல்ல, அமைதியோடு பரமபிதாவை நோக்கி இப்படி ஒரு இடத்தை, இந்த கடைசி காலத்தின் செயல்களை நாங்கள் கண்டறியும்படியாக எங்களுக்கு நீர் கொடுத்திருப்பதால் உமக்கு ஸ்தோத்திரம் ஆண்டவரே. நன்றி ஆண்டவரே, கோடி கோடி நன்றி ஆண்டவரே, கோடி கோடி நன்றி ஆண்டவரே. நன்றி சொல்லுங்கள், நன்றி சொல்லுங்கள் ஆண்டவருக்கு. கடைசி காலத்தில் அப்போஸ்தலர் காலம் முதலேயே எத்தனையோ இரத்த சாட்சிகள், எத்தனையோ புனிதர்கள் எல்லாம் நீங்களாக ஆண்டவர் நமக்காக இவ்விடத்தை கட்டி எழுப்பியிருக்கிறார். ஹல்லேலூயா, ஹல்லேலூயா. நம் ஆண்டவராகிய தேவனுக்கு பணிவோடு தாழ்மையோடு நன்றி சொல்ல வேண்டும். தயவு செய்து யாரும் ஒருவர் இன்னொருவரோடு எந்த விதமான குறைவோடோ குற்றங்களையோ எடுத்து சொல்லி அவர்களை வேதனைப்படுத்தாதீர்கள். ஒரு குடும்பம், ஆவியானவரால் பெற்றெடுக்கப்பட்ட ஒரே பவனம், ஒரே மக்கள். ஆண்டவருக்கு கோடி கோடி நன்றி என்று சொல்லுங்கள். எல்லோரும் முழங்கால் படியிடுவோம். நன்றி ஆண்டவரே, நன்றி ஆண்டவரே, நன்றி ஆண்டவரே. நன்றியோடுமை துதிக்கிறோம், நன்றியோடுமை துதிக்கிறோம், நன்றியோடுமை துதிக்கிறோப்பா, நன்றியோடுமை துதிக்கிறோப்பா, நன்றியோடுமை ஸ்தோத்தரிக்கிறோப்பா. நன்றி ஆண்டவரே, நன்றி ஆண்டவரே. பிரைஸ் தி லார்ட், பிரைஸ் தி லார்ட். இந்த மக்கள் அனைவரும் மேலும் இரக்கம் கொள்ளும்படியாய் ஜெபிக்கிறேன். அனைவரை ஆசீர்வதிக்கும்படியாய் ஜெபிக்கிறேன். இவர்கள் மேலும் ஆவி இறங்கும்படியாய் ஜெபிக்கிறேன். ஓ உன்னத வல்லமை ஊட்டும்படியாய் ஜெபிக்கிறேன். ஆசீர்வதியும் ஆண்டவரே, ஆசீர்வதியும் ஆண்டவரே, ஆசீர்வதியும் ஆண்டவரே. அளவிட முடியாத பொக்கிஷங்களால் ஆசீர்வதியும். மக்கண்டு வேலை செய்ய ஆசீர்வதியும். உம்மை குறித்து பிறரோடு நற்செய்தி சொல்ல ஆசீர்வதியும் ஆண்டவரே, ஆசீர்வதியும் ஆண்டவரே, ஆசீர்வதியும் ஆண்டவரே. ஆசீர்வதியப்பா, ஆசீர்வதியும், 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 ஆசீர்வதியும். ஆமென், ஆசீர்வதியும். பிரைஸ் தி லார்ட். Glory to Lord, praise the Lord, glory to Lord, praise the Lord, glory to Lord. நன்றியோடு துதிக்கிறோம், நன்றியோடு ஸ்தோத்தரிக்கிறோம், நன்றி செலுத்துகிறோம் ஆண்டவரே. நன்றி ஆண்டவரே, நன்றி ஆண்டவரே. praise the Lord. மக்கு நன்றி ஆண்டவரே, நன்றி ஆண்டவரே, நன்றி 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 நன்றி. அளவிட முடியாத நன்றி. ஓ பரலோக பொக்கிஷங்களை நம்முடைய மக்களுக்கு கட்டு தருகிறீர். உமக்கு நன்றிப்பா, நன்றி ஆண்டவரே. நன்றியோடுமை துதிக்கிறோம், நன்றியோடுமை ஸ்தோத்தரிக்கிறோம், நன்றி செலுத்துகிறோம். பிரைஸ் தி லார்ட், glory to Lord, praise the Lord, glory to Lord, praise the Lord, glory to Lord. நன்றி தகப்பனே, நன்றி தகப்பனே. மக்கு நன்றிப்பா, மக்கு நன்றிப்பா, மக்கு நன்றி ஆண்டவரே, நன்றி ஆண்டவரே, நன்றி ஆண்டவரே. பரலோகம் என்னும் ராஜ்யம், பரலோகம் என்னும் வீடு பூமியில் எழுந்து வந்ததற்காய் நன்றி. நம்முடைய மக்கள் அங்கே வீட்டிருப்பதற்காய் நன்றி. நேர அவர்களை ஆசீர்வதிப்பதற்காய் நன்றி, செயலாற்றுவதற்காய் நன்றி.
அற்புத விடுதலைக்காய் நன்றி. சுகம் தரும் ஆண்டவரே, சுகம் தரும் ஆவியானவரே. ஆவியானவர் எங்கு உண்டு அங்கு விடுதலை உண்டு. ஆவியானவர் எங்கு உண்டு அங்கு விடுதலை உண்டு. ஆவியானவர் எங்கு செயலாற்றுகிறாரோ அங்கு விடுதலை உண்டு. ஆமேன் தகப்பனே, நன்றியோடுமை துதிக்கிறோம், நன்றியோடுமை ஸ்தோத்தரிக்கிறோம், நன்றி செலுத்துகிறோம்ப்பா. நன்றி ஆண்டவரே, நன்றி ஆண்டவரே. பிரைஸ் தி லார்ட். நன்றி, நன்றி உமக்கு, நன்றி உமக்கு, நன்றி, 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 நன்றி. எல்லாம் வல்ல ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமத்தில் ஜெபிக்கிறோம். உங்கள் ஜெபங்களும் நல்ல பிதாவே, ஆமென். என் ஆத்துமாவே கர்த்தரை ஸ்தோத்திரே, என் முழுள்ளமே அவருடைய பரிசுநாமத்தை ஸ்தோத்திரே. என் ஆத்துமாவே கர்த்தரை ஸ்தோத்திரே, அவர் செய்த சகல நன்மையும் ஒருபோதும் மறவாதே. ஆமென், ஆமென். ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. நன்றி அப்பா, கோடி கோடி நன்றி, நன்றி உமக்கு நன்றி அப்பா. கண்மணிகளோடு நீர் இருக்கிறீர், உமக்கு நன்றி அப்பா. நன்றி, நன்றி.